Hi everyone. So welcome back to Wisdom Academy classes. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതേമാതിരി തന്നെ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു തിയറം ആണ് ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം ഓർ തെയിൽസ് തിയറം. അത് സ്റ്റേറ്റ്മെന്റ് ആയാലും പ്രൂഫ് ആയാലും ചോദിക്കാറുണ്ട്. അത് നന്നായി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ BPT അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് കാണാവുന്നതാണ്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ പോയി കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ MCQ ഈ ട്രയാങ്കിൾസ് ചാപ്റ്ററിൽ ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് MCQ പാറ്റേണിൽ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ദ ഗിവൻ ഫിഗർ ഇഫ് ട്രയാങ്കിൾ ABC ഇസ് സിമിലർ ടു ട്രയാങ്കിൾ PQR, വാല്യൂ ഓഫ് X ഇസ്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം അറിയേണ്ടത് ഈ സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഫ് ഓൾ ദ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് ഓൾ ദ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ആണ് എന്തായിരിക്കേണ്ടത്? ഈക്വൽ ആയിരിക്കേണ്ടത്. ആ ഒരു വാക്കാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഓർത്തിരിക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് എഴുതാൻ പറ്റുക? AB by PQ is equal to AB യുടെ പൊസിഷനിൽ കിടക്കുന്ന PQ. AB by PQ യുടെ റേഷ്യോ തന്നെയായിരിക്കും BC by QR എടുത്തു കഴിഞ്ഞാലും അതേ സെയിം റേഷ്യോ തന്നെയായിരിക്കും AC by PR എടുത്തിട്ടുണ്ടെങ്കിലും. ഇതാണ് ആക്ച്വലി സിമിലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6 ആണ്. PQ എന്താണ്? 4.5 ആണ്. നമ്മളുടെ അടുത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. BC എത്രയാണ്? ഇറ്റ് ഇസ് 4 ആൻഡ് QR എത്രയാണ്? X. ഇത്രയും മതി. ഇനി അങ്ങോട്ടേക്ക് അത് എഴുതണം എന്ന് വലിയ നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. നമുക്കിതിപ്പോ സോൾവ് ചെയ്യാൻ ഇത്രയും ഭാഗം മതി. ഇനി ഈ 4ഉം ഈ 6ഉം 2ൽ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 2 ആൻഡ് ഇറ്റ് ഇസ് 3. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3x is equal to 4.5 into 2 or 3x is equal to 4.5 into 2 എത്രയാണ്? 9 ആണ്. or x is equal to 9 by 3 is equal to 3 centimeter. എക്സിന്റെ വാല്യൂ എത്രയാണ്? 3 centimeter. ഓപ്ഷൻ ഉണ്ട്. സോ D is the option. ഓപ്ഷൻ ഏതാണ്? D ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ ദിസ് ഇസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ CBSE 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സ്റ്റാർ ഇട്ട് വെച്ച് തന്നെ പഠിക്കാം. ഈ മോഡൽ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, if triangle ABC is similar to triangle PQR and perimeter of triangle ABC is equal to 32 cm and perimeter of triangle PQR is 48 cm and also given one of the sides, ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, that is PR. then length of AC ആണ് നമ്മളുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് MCQ-നാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിലും 2 മാർക്കിനാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരു ബേസിക് ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. എന്താണ്? പെരിമീറ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോനോട് തുല്യമാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC ഡിവിഷൻ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PQR ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ABC-യിൽ ഉൾക്കൊള്ളുന്ന സൈഡ് തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? മുകളിൽ എഴുതാനായിട്ട്. ഇവിടെ ഇപ്പൊ നമുക്ക് ABC ട്രയാങ്കിളിലെ ആകെ AC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെങ്തിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ലെങ്ത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അപ്പൊ സപ്പോസ് X ആയി എടുക്കാം നമുക്ക് AC. PQR-ൽ PR നമുക്ക് 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 6 എഴുതി. അപ്പൊ ABC ആണ് എന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ ABC ആണെങ്കിൽ ആ ട്രയാങ്കിളിൽ ഉൾക്കൊള്ളുന്ന സൈഡ് വേണം എന്ത് ചെയ്യാനായിട്ട്? ന്യൂമറേറ്ററിൽ എഴുതാനായിട്ട് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മള് തെറ്റിയ രീതിയിൽ ഫോർമാറ്റിൽ ചെയ്യുന്ന ഉത്തരം കൂടെ നമ്മളുടെ ഈ ഒരു ഓപ്ഷൻസിൽ ഉണ്ടാവും. അതായത് ഇപ്പൊ നിങ്ങൾ 32 by 48 is equal to 6 divided by X എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നേരെ തിരിച്ചെടുത്തു എന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ നേരെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരം തെറ്റിപ്പോവും. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഓപ്ഷനും കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും? ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും.
അപ്പൊ നമ്മൾ തെറ്റ് രീതിയിൽ ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഉത്തരം നമ്മൾ ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളത്. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, ആ ഒരു ലെങ്ത് നമ്മൾ അവിടെ ടിക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ 32/48 is equal to 6 divided by x ആണ് എടുത്തതെന്ന് വിചാരിക്കുക. നേരെ തിരിച്ചെടുത്തു. ഇവിടെ x/6 വരെ നമ്മൾ 6/x എടുത്തു എന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ആസ് അങ്ങനെ തന്നെ എടുത്തു എന്ന് വിചാരിക്കുക. അതായത് ട്രയാങ്കിൾ ABC-യുടെ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 6 എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്? കട്ട് ചെയ്ത് കളഞ്ഞ ഇറ്റ് ഇസ് 4 6 അല്ലെ. 8-ല് 2 പോവും, ദാറ്റ് ഇസ് 4 6. 4x is equal to 6 into 6 36 or x is equal to 9 centimeter. കണ്ടോ, നമ്മളുടെ ഉത്തരം x is equal to 9 centimeter ആദ്യം തന്നെ കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് ഏകദേശം ഒരു രൂപം അവർക്ക് ഉണ്ടായിരിക്കും. ആ രീതിക്കാണ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ തെറ്റുത്തരം കൂടെ അവരെന്ത് ചെയ്യും, എന്തായാലും ഓപ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഒരു പ്രത്യേകത ഉള്ളത്. നമ്മൾ എടുക്കുന്ന രീതി തെറ്റിപ്പോയാൽ ആ ഉത്തരം തെറ്റിപ്പോവും. പക്ഷെ ആ ഉത്തരം കൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഓപ്ഷൻസിൽ കിടക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മളെ തെറ്റാണ്ട് ഇരിക്കാൻ നോക്കാം. 6/48 എത്ര ടൈംസ് പോവും? 8 ടൈംസ് പോവും. 8 4s are 32. So x is equal to എന്താണ്? 4 centimeter. സോ ആക്ച്വലി ആൻസർ വരുന്നത് 4 centimeter ആണ്. പക്ഷെ നമ്മൾ വേറെ രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 9 centimeter ആണ്. അതും നമ്മളുടെ ഓപ്ഷൻസിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരിക്കലും അത് തെറ്റിക്കാണ്ട് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. So this is our next MCQ question. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തന്നിട്ട് എന്താണ്? If triangle ABC is similar to triangle DEF and 2AB is equal to DE, BC is equal to 8 centimeter, then EF is equal to എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് സിമിലാരിറ്റിയുടെ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി. AB/DE is equal to BC/EF is equal to AC/DF അല്ലെ. എന്നാണ് സിമിലർ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ സൈഡ്സിന്റെ പ്രൊപ്പോർഷൻസ് ഈക്വൽ ആണെന്ന് എഴുതാം. AB നമുക്ക് AB ആയിട്ട് തന്നെ എടുക്കാം. DE-നെ 2AB ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇസ് ഈക്വൽ ടു BC 8 ആണ് തന്നിട്ടുണ്ട്. EF ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പുറത്ത് അങ്ങോട്ടേക്കുള്ള സൈഡ് എടുക്കണമെന്നില്ല, ബിക്കോസ് അവിടുത്തെ വാല്യൂസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. ജസ്റ്റ് AB-യും AB-യും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ EF ഇത് 1 ആവും അല്ലെ. 1 ആണ് വരിക. 1 into EF is equal to 8 into 2, that is equal to 16 centimeter. ഉത്തരം എത്രയാണ്? C. ഓപ്ഷൻ C ആണ് ഉത്തരം വരുന്നത്. സോ അപ്പൊ ഈ പാറ്റേണിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. അതേമാതിരി തന്നെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അപ്ലൈ ചെയ്യുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഇല്ലേ, അതൊക്കെ MCQയിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാണ് കേട്ടോ. 2 മാർക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇൻ ഫിഗർ GC is parallel to BD. സോറി, ഇതാണ് B ട്ടോ. ഇതാണ് B. GC is parallel to BD and GE is parallel to BF. AC 3 centimeter ആണ് തന്നിട്ടുണ്ട്. CD 7 centimeter ആണ് തന്നിട്ടുണ്ട്. You should find the ratio of AE/AF. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ ടെക്സ്റ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഐ തിങ്ക് ഇറ്റ് ഇസ് തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഇതേ സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാറുന്നില്ല. ജസ്റ്റ് അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. അപ്പൊ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആസ് സച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ആപ്ലിക്കേഷൻ ലെവലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻ ട്രയാങ്കിൾ, ഇതിപ്പോ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും കണ്ടന്റ് എഴുതേണ്ടി വരും. ഇൻ ട്രയാങ്കിൾ ABD നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? CG is parallel to BD അല്ലെ. CG is parallel to BD, it is given. So we can write AC/CD is equal to AG/GB. Okay, so this is our equation 1. എന്തുകൊണ്ടാണ്? റീസൺ ബൈ BPT, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ആണ്. സിമിലർലി ഇൻ ട്രയാങ്കിൾ ABF-ലും നമ്മൾ BPT അപ്ലൈ ചെയ്യുകയാണെങ്കിൽ GE is parallel to BF. GE is parallel to BF. So we will be getting
AE by EF is equal to AG by GB. This is our equation 2 by BPT. In equation 1 ഉം 2 ഉം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ RHS രണ്ടിലും സെയിം ആണ് അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ഫ്രം ഇക്വേഷൻ 1 and 2 we get AE by EF is equal to എന്താണ്? AC by CD ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുള്ള ഫോർമാറ്റ്. ഇത്രയാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുള്ളത്. ഫർദർ നമുക്ക് ഇനി ചെയ്യാനുള്ളതാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആപ്ലിക്കേഷൻ ലെവലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ AE by EF അല്ല വേണ്ട, AE by ഫുൾ ലെങ്ത് ആണ് വേണ്ടത്. അപ്പൊ അതേമാതിരി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ലെങ്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ? +1 നമ്മൾ എന്ത് ചെയ്യണം? ബോത്ത് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ AE + EF എന്ന് വരും. പക്ഷെ നമുക്ക് ഇവിടെ AE എന്ത് ചെയ്യണം? റീറ്റെയിൻ ചെയ്യണം. അങ്ങനെ റീറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റെസിപ്രോക്കൽ ആദ്യം എടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ടേക്കിംഗ് റെസിപ്രോക്കൽ. അപ്പൊ ഏത് പാരാമീറ്റർ ആണോ റീറ്റെയിൻ ചെയ്യേണ്ടത് അതിലേക്ക് നമ്മൾ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? ആഡ് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? നേരെ റിവേഴ്സ് ചെയ്യുന്നു. EF by AE is equal to CD by AC എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. ആഡിങ് 1 on both sides. രണ്ട് സൈഡിൽ നമ്മൾ 1 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് EF plus AE ഡിവിഷൻ AE is equal to CD plus AC by AC അല്ലെ? അപ്പൊ EF plus AE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EF-ന്റെ കൂടെ AE ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? AF. ദാറ്റ് ഈസ് AF by AE is equal to CD plus AC. CD plus AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് AD ഡിവിഷൻ AC. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒന്നും കൂടെ റിവേഴ്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് AE by AF ആണ്. അതിപ്പോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ AE by AF is equal to നമുക്ക് എന്ത് കിട്ടി? AC by AD എന്ന് കിട്ടി. AC-യുടെ വാല്യൂ എത്രയാണ്? 3 ആണ്. AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 3 + 7 ദാറ്റ് ഈസ് 10 അല്ലെ? 3 + 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ AE by AF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി 3 ഡിവിഷൻ 10 ഓർ 3:10 ആണ് റേഷ്യോ വരുന്നത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഫുൾ ലെങ്ത് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഓർക്കേണ്ടത് എന്താണ്? 1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഡിനോമിനേറ്ററിലേക്ക് മാറ്റി റെപ്രസെന്റ് ചെയ്യുക, അതായത് റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ ഇതാണ് ആദ്യത്തെ ഫസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത നോക്കാം കേട്ടോ. സോ ദിസ് ഇസ് അവർ നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഈ ഒരു ഫിഗർ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടില്ല എന്നാൽ പോലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ള BPT മാത്രം മതി. ഓക്കെ, അപ്പൊ BPT വെച്ച് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഫിഗേഴ്സ് നമ്മളുടെ ടെക്സ്റ്റിലത്തെ സെയിം തന്നെ ആവണമെന്നില്ല. ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി ഫിഗേഴ്സും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? പോയിന്റ് ഔട്ട് ചെയ്തൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇത് 2011-2012 ചോദിച്ചിട്ടുള്ളതാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ്? ഇൻ ദ ഫിഗർ CB is parallel to QR, CA is parallel to PR and കുറച്ച് ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. PC ഈ ഒരു ലെങ്ത്തും അതേമാതിരി തന്നെ ഈ ഒരു ലെങ്ത്തുമാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ഗിവൺ കണ്ടീഷൻസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് CA is parallel to PR. CA parallel to PR ആണെങ്കിൽ ഡയറക്റ്റ് BPT നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? QA by AR is equal to QC by BC എന്ന് വരും. PC എന്ന് വരും അല്ലെ? QC by PC എന്ന് വരും. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. പാരലൽ ആണെന്നുണ്ടെങ്കിൽ സൈഡ്സ് എന്ത് ചെയ്യും? സൈഡ്സിന്റെ റേഷ്യോസ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ QA by AR is equal to QC by PC എന്ന് കിട്ടി. QA എത്രയാണ്? 12. 20 is equal to 15 ഡിവിഷൻ PC എന്ന് കിട്ടി. ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 3-ല് 4 ടൈംസ് പോവും, ഇത് 5 ടൈംസ് പോവും. ഓക്കെ, ഇത് 20-ല് 5 ടൈംസ് പോവും. ഇവിടെ 1 ആണ് വരിക. PC is equal to 5 into 5 that is equal to 25 സെന്റിമീറ്റർ. സോ PC നമുക്ക് എത്രയാണ് കിട്ടി? 25 സെന്റിമീറ്റർ. അതായത് ആദ്യത്തെ ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് BR ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്.
അതിന് വേണ്ടിയിട്ട് നമ്മൾ സി ബി പാരലൽ ടു ക്യു ആർ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എടുക്കാൻ പോവാണ്. സി ബി പാരലൽ ടു ക്യു ആർ എന്ന കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ സി കാരണം ഉണ്ടാവുന്നത് പി സി ബൈ ക്യു സി ഇസ് ഈക്വൽ ടു ബി കാരണം ഉണ്ടാവുന്നത് പി ബി ബൈ ക്യു ആർ. ഓക്കെ, പി സി നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ട്? 25. അപ്പൊ അതായത് ഇവിടെ നമ്മൾ പി സി എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്ത് യൂസ് ചെയ്യുന്നത് കാരണം തന്നെ പി സി നമ്മളുടെ ഇവിടെ തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ബി ആറും എന്ത് ചെയ്യും? കറസ്പോണ്ടിങ്ലി തെറ്റും. അപ്പൊ പി സി എടുത്ത് എഴുതുന്നത് കറക്റ്റ് ആയാൽ മാത്രം, അതായത് നമ്മൾ ഈ റേഷ്യോസ് എഴുതുന്നത് കറക്റ്റ് ആയാലാണ് പി സി കറക്റ്റ് ആവുള്ളൂ. ആ പി സി കറക്റ്റ് ആയാൽ മാത്രമാണ് ബി ആറും എന്ത് ചെയ്യാവുള്ളൂ? കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് പി ബി ബൈ ക്യു ആർ അല്ല, പി ബി ബൈ ബി ആർ ആണ് കേട്ടോ. പി ബി ബൈ ബി ആർ. ഓക്കെ, ബൈ ബി പി ടി. നെക്സ്റ്റ് മോളിൽ എഴുതാം. പി സി എത്രയാണ്? 25 ആണ്. ക്യു സി എത്രയാണ്? 15 ആണ്. ഇസ് ഈക്വൽ ടു പി ബി 15 ആണ്. ക്യു ആർ ബി ആർ നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ഒരു 25ഉം 15ഉം നമുക്ക് 5ൽ ആദ്യം ക്യാൻസൽ ചെയ്ത് കളയാം. ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ. 5 3യും കിട്ടി. ഈ 5 ഈ 15ല് 3 ടൈംസ് ആണ് പോകുന്നത്. സോ വി ഗോട്ട് ഇവിടെ 1 കിട്ടി. 1 ഇൻറ്റു ബി ആർ ആണ്. 3 ഇൻറ്റു 3 എന്താണ്? 9 സെന്റിമീറ്റർ ആണ്. അപ്പൊ ബി ആർ നമുക്ക് എത്രയാണ് കിട്ടി? 9 സെന്റിമീറ്റർ ആണ് കിട്ടി. അതേമാതിരി തന്നെ പി സി നമുക്ക് എത്രയാണ് കിട്ടി? 25 സെന്റിമീറ്റർ ആണ് കിട്ടി. അപ്പൊ ഇതാണ് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ. പിന്നത്തെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു 4ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അതാ ഇങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ടെക്സ്റ്റിലെ 4th ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നുണ്ട്. ടെക്സ്റ്റിലത്തെ 4th ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ടെക്സ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ആ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3rd ഉം 4th ഉം. അതിലെ 4th ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇത് 2020 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിലും അതേമാതിരി തന്നെ 2020 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റ് ഡിഫറൻറ്റിൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്തായാലും പഠിക്കണം കേട്ടോ. ഈ ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അതൊന്നും നോക്കിയിട്ട് പഠിക്കുക. 3ാമത്തെ ക്വസ്റ്റ്യനും 4ാമത്തെ ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് ആപ്ലിക്കേഷൻ ലെവലിലായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടും ചോദിക്കാം ആ മോഡൽ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനും കൂടെ ചെയ്തതിന് ശേഷം 2 മാർക്കിന്റെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. So this is our next 2 mark question. In the given figure, G is the midpoint of PQ. G midpoint of PQ ആണ് തന്നിട്ടുണ്ട്. And GH is parallel to QR എന്ന് തന്നിട്ടുണ്ട്. Prove that H is the midpoint of PR. Okay, അപ്പൊ G ഓൾറെഡി midpoint ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് H midpoint ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് പഴയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ BPT യൂസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് എത്ര വർഷം മുന്നേ ചോദിച്ചിട്ടുള്ളതാണെങ്കിലും വീണ്ടും അവർക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊരിക്കലും ഔട്ട് ഓഫ് സിലബസ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും കുറച്ച് പഴയതാണെന്ന് വെച്ചിട്ട് ഇതൊന്നും സ്കിപ്പ് ചെയ്ത് കളയരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാനുള്ള രീതിയിലേക്കെങ്കിലും എന്ത് ചെയ്യാമെന്നോ പഠിച്ചു വെക്കുക കേട്ടോ. അത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അത് ഗിവൺ G is the midpoint of PQ. That is എന്താണ്? PG is equal to GQ എന്ന് എഴുതാം. This is our equation 1. ഇതാണ് ആക്ച്വലി നമുക്ക് ഗിവൺ ആയിട്ടുള്ള കണ്ടീഷൻ. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? H is the midpoint. മിഡ്പോയിന്റിനെയാണ് ഞാൻ MP എന്ന് എഴുതുന്നത്. നിങ്ങൾ മിഡ്പോയിന്റ് ആയിട്ട് തന്നെ എഴുതിയാൽ മതി. MP എന്ന് എഴുതണ്ട, ഞാൻ ജസ്റ്റ് ഷോർട്ട് ഹാൻഡ് ആയിട്ട് എഴുതിയെന്ന് മാത്രം. നിങ്ങൾ മിഡ് പോയിന്റ് ഒന്ന് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം കേട്ടോ. അപ്പൊ ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് PH is equal to HR എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതാണ് നമുക്ക് ഗിവൺ കണ്ടീഷൻ. നമുക്ക് ആദ്യം തന്നെ പാരലൽ ആണെന്ന് തന്നിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒക്കെ സ്റ്റെപ്പുകൾ അവിടെ ഉണ്ടെങ്കിൽ അത് എന്തായാലും എഴുതിയിരിക്കണം. ഗിവൺ എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? കൺസ്ട്രക്ഷൻ പ്രൂഫ്. ഓക്കെ, ഇതൊക്കെ ജോമെട്രി ചാപ്റ്റേഴ്സിൽ സിമിലർ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവോയ്ഡ് ചെയ്യാണ്ട് തന്നെ എഴുതുക. കാരണം അത്രയും സ്റ്റെപ്പിനൊക്കെ ഒരു പെർട്ടിക്കുലർ മാർക്ക് നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ CBSE. അപ്പൊ ആ ഒരു മാർക്ക് നമുക്ക് മേടിക്കാനായിട്ട്
ഈ സ്റ്റെപ്പ് ഒന്നും എന്ത് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് എഴുതുക കേട്ടോ. പ്രൂഫ് എന്താണ്? ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ GH is parallel to QR given. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ BPT അപ്ലൈ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ കിട്ടുന്നവർ ഇതൊക്കെ തന്നെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്ത് ജസ്റ്റ് പോസ് ചെയ്ത് വെക്കുക, തന്നെ എഴുതി നോക്കുക, എഴുതിയത് കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കാനായിട്ട് വീഡിയോ ഓൺ ചെയ്താൽ മതി. വി ക്യാൻ റൈറ്റ് PG by GQ is equal to PH by HR എന്ന് എഴുതാനായിട്ട് പറ്റും ബൈ BPT അപ്ലൈ ചെയ്ത് നമുക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. ഇതിന് PG and GQ are equal അല്ലെ, PG യും GQ യും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു PH by HR. ഈ HR ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ PH is equal to എന്ത് കിട്ടി? HR എന്ന് കിട്ടി. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ ഉണ്ടായിരുന്നത്? സിമ്പിൾ. Therefore H is the midpoint of P. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ സിമ്പിൾ ആണ്. ഓൾറെഡി ഒരു പോയിന്റ് മിഡ് പോയിന്റ് ആണെന്ന് വന്നിട്ടുണ്ട്, മറ്റേ പോയിന്റ് മിഡ് പോയിന്റ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വളരെയധികം സിമ്പിൾ ആണ്. എനിക്ക് തോന്നുന്നത് NCERT-യിൽ ഇതേ സെയിം മോഡൽ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എക്സസൈസിൽ കിടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് നമുക്ക് 3 മാർക്കും 4 മാർക്ക് ക്വസ്റ്റ്യൻസും നോക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.